ഹായ്, ഞാൻ വിജയലക്ഷ്മി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ R4V ഗാർഡൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പുതിന കൃഷിയെക്കുറിച്ചുള്ളതാണ്. വളരെ എളുപ്പത്തിലും വളരെ കുറച്ച് സ്ഥലവും മാത്രം മതി ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കൃഷി ചെയ്യാൻ ഒട്ടും തന്നെ സ്ഥലമില്ല എന്ന് പറയുന്നവർക്ക് ഇതുപോലെ നമുക്ക് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലൊക്കെ തന്നെ കൃഷി ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് അതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. നമുക്ക് ഇതുപോലെ നമുക്ക് പുതിന പറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള പുതിന നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കൃഷി സ്നേഹിക്കുന്നുണ്ട് എല്ലാ കുട്ടികാരെയും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട മുഴുവനും കാണാനായി ശ്രമിക്കണം. പ്ലാസ്റ്റിക് ബോട്ടിലിലെ പുതിന കൃഷിയാണ് കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എനിക്കൊരു ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. പ്ലാസ്റ്റിക് ബോട്ടിലിൽ പുതിന കൃഷി ചെയ്യുന്നതിനായി നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം. ഈ കാണുന്നതെന്ന് പറയുന്നത് 1 ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നിറയെ ഹോൾസ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിന്ന ചെടികളെല്ലാം തന്നെ അഴുകി പോകുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഹോൾസ് എല്ലാം തന്നെ ഇട്ട് കൊടുക്കാം. ഒരു കമ്പി പഴിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ 2 സൈഡായിട്ട് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഹാങ് ചെയ്തിടാനായിട്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാൻ 3 ഹോൾസ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്, പുതിന ചെടികളെല്ലാം തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പിന്നെയും 3 ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം തന്നെ നിറയെ നമ്മൾ പുതിന ചെടി വെക്കുമ്പോൾ ഇത് നന്നായിട്ട് വളർന്നു വരുമ്പോൾ കാണാൻ വളരെ മനോഹരമായിരിക്കും. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നടാനുള്ള കുപ്പി റെഡിയായി കഴിഞ്ഞു. ഇനി വേണ്ടതെന്ന് പറയുന്നത് പുതിന ചെടി നടാനായിട്ടുള്ള പുതിനയുടെ തണ്ടുകളാണ് വേണ്ടത്. അത് ഞാൻ എൻ്റെ തോട്ടത്തിൽ വളർത്തിയിട്ടുള്ള ഗ്രോ ബാഗിലെ പുതിന തണ്ടുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ ഇതുപോലെ കത്തി ഉപയോഗിച്ച് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ച് വെട്ടിയെടുക്കാവുന്നതാണ്. അതൊന്നും തന്നെ തണ്ടുകൾ ചതയാതെ നമുക്ക് നല്ല രീതിയിൽ വെട്ടിയെടുക്കാം. ഇനി നമ്മുടെ കൈവശം പുതിന തൈകളൊന്നും തന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന പുതിന ചെടിയുടെ തണ്ടുകൾ ഉപയോഗിക്കാവുന്നതാണ്. നട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തണലത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നന്നായിട്ട് കിളിർത്ത് വരുന്നതാണ്. ഞാൻ ആദ്യമേ ഈ പുതിന ചെടി നട്ട് വളർത്തിയെന്ന് പറയുന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന പുതിനയുടെ തണ്ടുകൾ ഉപയോഗിച്ചാണ്. ഇനി പ്ലാസ്റ്റിക് കുപ്പിയിൽ നിറയ്ക്കാനുള്ള മണ്ണ് തയ്യാറാക്കുക. അതിന് വേണ്ടത് മണ്ണ്, അതിൽ ഞാൻ കുമ്മായം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ അടിവളമായി ഞാൻ കോഴിവളമാണ് എടുത്തിട്ടുള്ളത്. ചാണകപ്പൊടി നമ്മുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ ആ വളങ്ങളൊക്കെ തന്നെ ചേർക്കാവുന്നതാണ്. ഇനി ഈ മണ്ണിനെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മണ്ണ് ഉണങ്ങിയ മണ്ണാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം തെളിച്ചിട്ട് വേണം നമ്മൾ കുമ്മായം കൂടി ചേർത്ത് മിക്സ് ചെയ്യാൻ. അപ്പോഴേ അത് നന്നായിട്ട് മണ്ണിൽ പിടിച്ച് വരത്തുള്ളൂ. അപ്പോൾ മണ്ണെല്ലാം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നിറച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് ഭാഗം ഇങ്ങനെ നിറച്ചതിന് ശേഷം നമുക്ക് ഈ പുതിന ചെടികളൊക്കെ തന്നെ ഈ ഹോൾസിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. 1-2 കഷ്ണങ്ങൾ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇട്ടിരിക്കുന്ന സുഷിരങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഇതുപോലെ പുതിനയുടെ തണ്ടുകൾ വെച്ചതിന് ശേഷം നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇതേ രീതിയിലാണ് മണ്ണ് ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടി നല്ല രീതിയിൽ തന്നെ തഴച്ച് വളരുന്നതാണ്. ആദ്യത്തെ ലെയർ മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ സുഷിരങ്ങളിൽ അടുത്ത ലെയറും തന്നെ ഇതുപോലെ പുതിന ചെടികളൊക്കെ വെച്ചെടുത്ത് നമുക്കിതിനെ ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. ഈ പറഞ്ഞ രീതിയിലാണ് നമ്മൾ മണ്ണൊരുക്കി നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ധാരാളം ഇലകളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഇലകളൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ വളർന്നു വരാനും നല്ല ബുഷ് പോലെ ആയി വരാനും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതിൻ്റെ തണ്ടിനെ എപ്പോഴും നുള്ളി വേണം എടുക്കാനായിട്ട്. ഇലകൾ മാത്രം അടർത്തി എടുക്കാൻ പാടില്ല. ഇതിൻ്റെ നാമ്പ് ഇങ്ങനെ നുള്ളി വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ അതിൽ നിന്ന് നിറയെ ശിഖരങ്ങളൊക്കെ പൊട്ടി നല്ല ബുഷ് പോലെ ആയി വരുന്നതാണ്. നമ്മൾ നട്ട് വളർത്തി വലുതായി വരുന്ന പുതിന ചെടികളുടെയൊക്കെ നാമ്പ് നുള്ളിയെടുക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെ നശിച്ചു പോയാലാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അതിൻ്റെ നാമ്പ് നുള്ളിക്കഴിഞ്ഞാൽ മാത്രമേ പുതിയ ശിഖരങ്ങളൊക്കെ പൊട്ടി നല്ല ബുഷ് പോലെ ആയി വരത്തുള്ളൂ. പുതിന ചെടിയുടെ കെയറിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ നിറച്ച് തന്നെ ഇതിൽ ഇലകളൊക്കെ ഉണ്ടായി വരുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ പിന്നെ ഇതുപോലെ ബോട്ടിൽ നിന്ന് ഇലകളൊക്കെ കുറയുമ്പോൾ ഇതുപോലെ ബോട്ടിൽസിൽ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്തിട്ട് പിന്നെ ഇതൊക്കെ നട്ട് കൊടുക്കാവുന്നതാണ്. ധാരാളം തന്നെ ഇലകളൊക്കെ ഉണ്ടായി വരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു കീടശല്യം ഇല്ലാത്ത ഒരു ചെടിയായിട്ടാണ് ഇത് തോന്നുന്നത്. കാരണം തോട്ടത്തിലെ ചെടികളുടെ ഇലകളൊന്നും തന്നെ പുതിനയുടെ ഇലകളൊന്നും തന്നെ മറ്റ് കീടങ്ങളൊന്നും ആക്രമിച്ച് കണ്ടിട്ടില്ല. ഒരു ജൈവ കീടനാശിനിയുടെ ഉപയോഗം ഇല്ലാണ്ട് ധാരാളം തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പുതിന എന്ന് പറയുന്നത്. നമ്മൾ ഈ ബോട്ടിൽസിലൊക്കെ നടുമ്പോഴത്തേക്കും സ്ഥലമില്ലാത്തവർക്കൊക്കെ അത് വളരെയധികം പ്രയോജനപ്രദമാണ്. ഇനി ഗ്രോ ബാഗിലാണ് നടുകയാണെന്നുണ്ടെങ്കിൽ അത് ധാരാളം തന്നെ കാട് പോലെ വളർന്നു വരുന്നതാണ്. അപ്പോൾ നമ്മുടെ പുതിന ചെടികളൊക്കെ തന്നെ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുത്തിരിക്കുന്ന ഹോൾസിക്കുള്ളിൽ ഇതുപോലെ കയർ വെച്ചിട്ട് എവിടെയെങ്കിലും നമുക്ക് തണലത്ത് ഇതുപോലെ ഹാങ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. പുതിന ചെടി പ്ലാസ്റ്റിക് ബോട്ടിൽ നട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തണലത്ത് വെച്ച് വേണം അതിനെ നോക്കാനായിട്ട്. തണലത്ത് വെച്ച് നന്നായിട്ട് വേര് പിടിച്ച് പുതിയ ഇലകളൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഇതിനെ വെയിലത്ത് ഹാങ് ചെയ്തിടാവുന്നതാണ്. നല്ല
ഭംഗിയായിട്ടുള്ള രീതിയിൽ ഇത് ഹാങ് ചെയ്തിടുകയാണെങ്കിൽ നമുക്കൊരു അലങ്കാര ചെടി പോലെ ഇതിനെ ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. കാണാനും വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് തണലത്ത് വെച്ച് വേണം നമ്മളിതിനെ വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതുപോലെ 1 ലിറ്റർ പ്ലാസ്റ്റിക് ബോട്ടിൽ ചെയ്തിട്ടുള്ള പുതിന കൃഷിയാണിത്. എല്ലാം തന്നെ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നട്ട തണ്ടുകളൊക്കെ തന്നെയും പൊടിച്ചു വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളാണ് നിൽക്കുന്നത്. എല്ലാം തന്നെയും ഒന്നും കുഞ്ഞിതായിട്ടില്ല, എല്ലാം നല്ല വലിപ്പമുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പുതിന ലീവ്സ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് വളപ്രയോഗം ചെയ്തു കൊടുക്കാമെന്ന് വെച്ചാൽ, ഞാൻ ഇതിൽ ചെയ്തിട്ടിരിക്കുന്ന വളപ്രയോഗം എന്ന് പറയുന്നത് ഈ മണ്ണിൽ മിക്സ് ചെയ്തിരിക്കുന്ന വളങ്ങൾ മാത്രമാണ്. ഇതിൽ വേറെ വളങ്ങളൊന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോഴത്തേക്കും ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഇലകളൊക്കെ തന്നെ കിട്ടി. ഇതിൽ നിന്ന് നമുക്കിനി ഇലകളൊക്കെ തന്നെ കട്ട് ചെയ്തെടുത്ത് കുറച്ച് വിളവൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇലകളൊക്കെ തന്നെ കുഞ്ഞിതായി വരും. അപ്പോൾ നമ്മൾ വേറെ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തതിന് ശേഷം ഇതുപോലെ മണ്ണ് മിക്സ് ചെയ്തിട്ട് ഇതിൽ നിന്ന് തണ്ടുകളൊക്കെ തന്നെ ഒടിച്ച് നട്ടാൽ മാത്രം മതി. അപ്പോൾ ഒരു ചെടി ഇങ്ങനെ നശിച്ച് വരികയാണെന്ന് നമുക്ക് തോന്നി തുടങ്ങിയാൽ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വേറെ നമ്മൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ആ ചെടി ഒരിക്കലും പോകത്തില്ല. ഈ ചെടികളുടെ ഇലകളെല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്ന, ഒരു കീടശല്യവും ഇല്ല. ഇതിൽ ഞാൻ ഒരു ജൈവ കീടനാശിനിയോ ഉപയോഗിച്ചിട്ടില്ല, വേപ്പെണ്ണ വെളുത്തുള്ളി കഷായമോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഒരു ജൈവ കീടനാശിനിയുടെ ഉപയോഗമില്ലാണ്ടും നമുക്ക് മറ്റ് വളപ്രയോഗങ്ങളൊന്നും ചെയ്യേണ്ടത് തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വിഷരഹിതമായിട്ടുള്ള പുതിന നമുക്ക് വീട്ടിൽ വിളയിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും വീട്ടിൽ ഒരു ചെടിയെങ്കിലും വച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. പുതിന കൃഷിയെക്കുറിച്ച് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഒരു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്